നമസ്കാരം. ടിൻഡ്രാലേസിന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അതെ, ഞാനുണ്ട്, ചേട്ടനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പരിപാടി ചേട്ടാ? നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? അപ്പൊ ഇപ്പൊ എത്ര മണിയായി? പൂമ്പുണി. രാത്രി 9 മണിക്ക് ഞങ്ങൾക്ക് ഒരു പായസം കുടിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഞങ്ങൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കാം. ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കാൻ പോണം. നമുക്ക് ഉണ്ടാക്കിയതാ. അപ്പൊ ഞങ്ങൾ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. യെസ്, അപ്പൊ ഞങ്ങൾ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇന്നത്തെ പാചകക്കാരൻ നമ്മുടെ ചേട്ടൻ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങാം. ഞാൻ പറഞ്ഞു എന്നിട്ട് ചേട്ടൻ ഉണ്ടാക്കുമോ അതോ ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമോ? ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാറായിട്ടില്ല, നീ തന്നെ ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞുതരാം. പോരാണത് പറയട്ടാ ആദ്യം. ഹായ്, നമുക്ക് തുടങ്ങാട്ടാ. തുടങ്ങേട്ടാ. ഞാൻ സേമിയ എടുത്തതിലൂടെ കുറച്ചിട്ടാ മതിയേ. നമ്മള് കുറച്ചും കൂടെ ഇട്ടോ, കുറച്ചും കൂടെ മതി. ഞങ്ങൾ രണ്ടുപേർക്കുള്ള പായസം ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. 2 പേർക്കുള്ള പായസം നന്നായിട്ട് ഇളക്കിയിട്ട് ഇളക്കിയത് ചൂടാക്കണം. നല്ല ചൂടുന്നിരിക്കണേ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ പാചകത്തിന് ചേട്ടൻ പിന്മാറിയിട്ടോ, ഞാൻ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും റെഡായാൽ മതി. നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. ഇപ്പത് ചേട്ടൻ ക്യാമറമാൻ കേട്ടോ. ഞാനൊരു വ്ളോഗറാവാൻ ശ്രമിക്കുകയാണ് ഗൈസ്. പക്ഷെ ഈ ചേട്ടൻ തന്നെ അവിടെ നിന്ന് ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പാല് പൊട്ടിച്ച് ഒഴിക്കാം. കുറച്ച് പായസമല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ കുറച്ച് പാല് മതിയേ. പിന്നെ പാല് നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ ഇതായിട്ട് 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് വേവും. കുഞ്ഞു സേമിയാണ്. ഒരു 10 മിനിറ്റ് ഒക്കെ മതി. കെട്ടാണ്ട് ഇറക്കണേ. ആദ്യം കുറച്ച് കട്ടിയ പോലൊക്കെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ഇതാണ് സേമിയൊക്കെ നമ്മൾ വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ, കാരണം ചേട്ടന് ഷുഗറാണ്. അതുകൊണ്ട് ചേട്ടനുള്ളത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള അധികം മധുരം ഇടാം കേട്ടോ. അത്രയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായി തിളപ്പിക്കേട്ടാ. ഇത് കണ്ടോ, 3 ഏലക്കായ നേരത്തിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ പൂരി പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടാട്ടോ. അതായത് മതി. ഇങ്ങനെ ഒന്ന് കൈയോട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഇതങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 ചതച്ചിട്ട് നമുക്കിടാം. ഇത് 2 നമുക്ക് ചതച്ചിട്ടിടാം കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ചതച്ചിട്ടുണ്ട് കേട്ടോ, തൊണ്ടോടുകൂടി. അത് നമുക്ക് ഇങ്ങനെ ഇടാം. തൊണ്ടടക്കം നമുക്കിടാം. നല്ല മണം വെച്ചിട്ടാ, നല്ല മണം. ഏലക്കായൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മള് വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യുള്ളൂ കേട്ടോ. ഉള്ള നെയ്യ് നമുക്ക് ഒഴിക്കാം. അതിലേക്ക് നമ്മുടെ
അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കുറച്ചുണ്ട് നമുക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് പായസം എടുത്തിരിക്കും. ഇത് കുറച്ച് കട്ടി പോയിന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ മതി, ഞാൻ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചുട പാലൊഴിച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസം കണ്ട സൂപ്പറായിട്ടുണ്ട്. ചേട്ടാ ടേസ്റ്റ് കിട്ടില്ലേ? അപ്പൊ അത് നമുക്ക് നമുക്കിത് ചേട്ടന് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ചേട്ടന് കൊടുക്കട്ടെ. ഇത്രയും ചൂടോട് കൂടിയിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടെന്ന് ചേട്ടനെ കൊണ്ടിട്ട് നമുക്ക് ചോദിപ്പിക്കാം. ടേസ്റ്റിലാന്നൊക്കെ പറയണേ. അറിയാൻ പറ്റുള്ളൂ. നല്ല കിടിലൻ പായസം, സൂപ്പർ ആയിട്ടുണ്ട്. മധുരത്തിന് കുറവാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് എത്രയാണോ കഴിക്കാൻ തോന്നുന്നത് അപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്താ കഴിക്കാൻ തോന്നുന്നത് അതൊക്കെ കഴിക്കുക. ബി ഹാപ്പി. ബൈ പറയാം. ബൈ. Bye.